യുവത്വം എന്ന് പറയുന്നത് പ്രായത്തിൽ മാത്രമല്ല, അങ്ങനെയല്ല. ഞാൻ യുവാവല്ല, വയസ്സായി കഴിയുമ്പോൾ ഈ ബാല്യം തിരിച്ചു വരും. യൗവനമല്ല തിരിച്ചു വരിക, ബാല്യമാണ് തിരിച്ചു വരിക. അപ്പോൾ ബാലനായിരിക്കുമ്പോഴാണല്ലോ കൂടുതൽ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബാലനായി മാറി. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ ഇവിടെ ടാൻഡത്തിലാണ് പോയി പഠിച്ചത്. എൻ്റെ കൂടെ അടുത്തിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന പയ്യന് 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 2-3 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഈ ബാല്യമാണ് തിരിച്ചു വന്നേ, അല്ലാതെ യൗവനമല്ല. അതിന് വരാൻ പോണേ ഉള്ളൂ. സാർ, അപ്പം കുട്ടിക്കാലത്തുള്ള ഓർമ്മകൾ? പണ്ട് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ തറവാട്, ഞാനും എൻ്റെ സഹോദരിമാരും അച്ഛനും അമ്മയും അമ്മൂമ്മയും എല്ലാം കൂടി താമസിച്ചിരുന്ന വീടിൻ്റെ ചുറ്റും 1 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. നിറച്ച് കാടും പൂക്കളും അതും ഇതുമൊക്കെ ആയിട്ട്, പുളിയും അതിൽ ഊഞ്ഞാലും ഇല്ലേ. ഈ സ്ഥലത്തിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ എൻ്റെ സഹോദരിമാർ, ഞാൻ വച്ചൊരു വീടുണ്ട്, അതിന് വേറെ കൊടുത്തു. അല്ലാതെ തന്നെ 1, 2, 3, 4 വീടുണ്ട്. അപ്പോൾ 5 വീട് ഇപ്പോൾ ആ കോമ്പൗണ്ടിലുണ്ട്. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇല്ല എന്നർത്ഥം. മറ്റൊന്ന് ഗൗരീക്ഷേത്രത്തുകാരനാണ് ഞാൻ. ഗൗരീക്ഷേത്രത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള റോഡിൽ ഫുട്ബോൾ കളിക്കുമായിരുന്നു. വല്ലപ്പോഴും ഒരു വണ്ടി വരും. അന്ന് സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ ബസ് സർവീസൊന്നും ഇല്ല, വന്നിട്ടേ ഇല്ല. വല്ലപ്പോഴും ഓരോ കാറ് വരെയുള്ളൂ. പിന്നെ സൈക്കിൾ വല്ലപ്പോഴും ഒക്കെ വരും. പിന്നെ ഒരു കാറോ വല്ലതും വന്ന ഒരു മിനിറ്റ് ഒന്ന് മാറി നിന്ന് കൊടുക്കുക, വീണ്ടും കളിക്കുക. അപ്പോൾ ആക്ച്വലി ഫുട്ബോൾ ഗ്രൗണ്ട് ഈ കൃഷിയുള്ള സമയത്ത് റോഡായിരുന്നു. അത് കഴിഞ്ഞ് കൃഷി സമ്മർക്ക് വന്നിട്ട് കൊയ്ത്ത് കഴിയാൻ നേരത്ത് നേരെ വീട്ടിന് റോഡിൻ്റെ അപ്പുറത്ത് പാടമായിരുന്നു. ആ പാടത്തിലാണ് കളിയാണ് ഈ വെക്കേഷൻ ടൈമിലൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ധാരാളമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഈ പറഞ്ഞ പാടം നിറച്ചൊരു 100 കണക്കിന് വീടുകളാണ്. സത്യത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞതൊക്കെ സുഖമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത്, കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നെ പുറം ലോകം കാണുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ട് ഞാനൊരു 2 വർഷം ബനാറസിലുണ്ടായിരുന്നു. ഈ കാശി എന്ന് പറയുന്ന ബനാറസിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ ധാരാളം സ്കൂൾസിലും കോളേജിലും പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ SMB സ്കൂളിൽ പഠിച്ചു. അപ്പോൾ SMB സ്കൂൾ വഞ്ചിയൂരിൽ നിന്ന് മാറി പേട്ടയിൽ പോയി, പേട്ടയിൽ സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സെൻറ്റ് ജോസഫ്സിൽ പഠിച്ചു ഒരു 3 വർഷം. അപ്പോൾ അങ്ങനെ ഒരു 3 സ്കൂളായില്ലേ. കോളേജിൽ അതിൽ MG കോളേജിൽ 2 വർഷം പഠിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ 2 വർഷം പഠിച്ചു. പക്ഷേ അതിനേക്കാളും എല്ലാം വലിയൊരു അനുഭവമായിരുന്നു ബനാറസിൽ. BHU എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മദൻ മോഹൻ മാളവ്യ അദ്ദേഹം സ്ഥാപിച്ചതാണത്. അദ്ദേഹമാണ് ഫൗണ്ടർ. എൻ്റെ എല്ലാം ഒരേ കോമ്പൗണ്ടിനകത്ത് മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ആർട്സ് കോളേജ്, സയൻസ് കോളേജ്, മ്യൂസിക് കോളേജ്, അങ്ങനെയുള്ള എല്ലാം, ഇവർക്കെല്ലാം ഉള്ള ഹോസ്റ്റലും മിക്കവാറും പഠിക്കുന്ന കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ഈ ഹോസ്റ്റൽ. കോളേജ് അത് കഴിഞ്ഞ് കുറേ പ്ലേ ഗ്രൗണ്ടും മൈതാനവും ഒക്കെ ആയിട്ട്, പിന്നെ റോഡിൻ്റെ ഇപ്പുറത്തായിട്ട് ഹോസ്റ്റൽ. അതിങ്ങനെ നിരനിരയായിട്ട് ഓരോ ഹോസ്റ്റൽ. പഴയ അന്നത്തെ കാശുകാർ ടാറ്റ, ബിർള, ഡാൽമിയ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കെട്ടിക്കൊടുത്തത്. ഞാൻ താമസിച്ചിരുന്നത് ബിർള ഹോസ്റ്റലിലായിരുന്നു. ബിർള കെട്ടിക്കൊടുത്ത ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. അപ്പോൾ ഇത്രയും ആളുകൾ, പിന്നെ ഇന്ത്യയിൽ നിന്നും പുറത്തു നിന്നുള്ള, ഇന്ത്യയിൽ നിന്ന് തന്നെ വയ്ക്കാം, എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ഭാഷയും സംസാരിക്കുന്ന ആൾക്കാർ. പിന്നെ കേരളത്തിലുള്ളത് തന്നെ ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിലുള്ള ആളുകളെ ഒരുമിച്ച് കാണാൻ ആദ്യമായിട്ട് കിട്ടിയൊരവസരം. സോ പിന്നെ ഈ ബനാറസ് എന്നുള്ള കൊച്ചിലേ തന്നെ ഈ പുണ്യം കിട്ടാൻ വേണ്ടി കാശി പോകണം. ഗംഗ, കാശി അവിടുത്തെ ഈ ഇതെന്ന് പറയാൻ പുണ്യം. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സാരനാഥ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ബുദ്ധ ദേവാലയം. അതൊക്കെ കൂടെ ഒരു എന്ന് പറയുന്ന ഒരു അതുവരെ ഇല്ലാത്ത ഒരു വണ്ടർലാൻഡ്, വളരെ സുഖകരമായ എന്ന് പറയുന്നത് നമുക്ക് ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നിയിരുന്ന ഒരു 2 വർഷമായിരുന്നു. സാറിൻ്റെ വൈഫ് ജയലക്ഷ്മി, അവർ ബനാറസിൽ തന്നെ ഹിന്ദി പഠിച്ചതല്ലേ? അല്ല, അവൾ ട്രിവാൻഡ്രത്തിലെ കണ്ണമ്പലത്തിൽ തന്നെ എൻ്റെ കൂടെ പഠിച്ചതല്ല. ഞാനിവിടെ പോയി കഴിഞ്ഞിട്ട് പ്രൈവറ്റായിട്ടാണ് പഠിച്ചത്. അവിടെ താമസിച്ച് പഠിക്കായിരുന്നില്ല. എക്സാമിനേഷൻ വരിക, പരീക്ഷ എഴുതുക, തിരിച്ചു വരിക. അത് 1 വർഷം. എൻ്റെ 2nd ഇയറിൽ 1 പ്രാവശ്യം വന്ന് പരീക്ഷ എഴുതിയിട്ട് ഞങ്ങൾ റിലേറ്റീവ്സ്, ഈവൻ അതർവൈസ് ബന്ധുക്കളാണ്. ഒന്നുമല്ല. സാറിൻ്റെ മക്കള്? എനിക്ക് ഒരു മോളേ ഉള്ളൂ, ഉമ്മ.